അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ തോമാസ് ലീഹായുടെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ തോമാസ് ലീഹായുടെ ദുക്രാന തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ആദ്യമായി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം തോമസ് നാമധാരികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സെൻറ് തോമസ് കുടുംബ യൂണിറ്റിൻ്റെ ആ യൂണിറ്റിനെയും പ്രത്യേകം സമർപ്പിക്കാം. ഇന്ന് KCYM അംഗങ്ങൾ യുവജന ദിനമായിട്ട് ആചരിക്കുകയാണ്. KCYMലെ ഓരോ വ്യക്തികളെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ കാഴ്ച സമർപ്പണം തോമസ് നാമധാരികളും KCYM അംഗങ്ങളും നിർവഹിക്കുന്നതാണ്. നമ്മെല്ലാവരെയും കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ പിതാവായ തോമാസ് ലീഹായുടെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള കൃപയ്ക്കായും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സർവ്വസ്വരായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകാൻ അങ്ങ് തിരുമനസ്സായല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർത്തോമായെ ഭാരതത്തിൻ്റെ ശ്ലീഹായും വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ഭക്ത്യാദരപൂർവ്വം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കാനും ഈ ദുഃഖാന തിരുനാളിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. Wow.
പ്രവർത്തിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരി, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവ്വം സേവിക്കുകയും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 4, 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. മകനെ, എൻ്റെ വാക്കു നിൻ്റെ ഹൃദയത്തിൽ പതിക്കട്ടെ, അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിൻ്റെ വഴികൾ നിന്നെ പഠിപ്പിച്ചു, സത്യസന്ധയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിൻ്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിൻ്റെ ജീവനാണ്. ദുഷ്ടതരുടെ പാതയിൽ പ്രവേശിക്കരുത്, ദുർജനങ്ങളുടെ മാർഗത്തിൽ നിന്നും ചരിക്കുകയുമരുത്. അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നുമാറി കടന്നു പോകുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരികയില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കർത്താവ് കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും ആക്രമത്തിൻ്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാരുടെ പാത പൂർവഹാനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ദൈവമായ കർത്താവിനെ സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ
കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പടി ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആദ്യമായി ആശംസിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസം പകർന്നു തന്ന തോമാസ് ലീഹായുടെ
രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് ഓർമ്മയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ദുഃഖ്രാന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർമ്മയാണ്. രക്ഷകനായ മിശിഹായെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ വിശ്വാസം പകർന്നു തന്ന തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. കർത്താവായ മിശിഹായെ തൊട്ട് അനുഭവിച്ചറിഞ്ഞ തോമാസ് ശ്ലീഹയാണ് ഈ ഭാരതത്തിൽ വന്ന് നമുക്ക് വിശ്വാസം പകർന്നു തന്നത്. AD 52 ഈ നാട്ടിൽ വരികയും നമുക്ക് വിശ്വാസം പകർന്നു തരികയും 72 രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു മൈലാപ്പൂര് വെച്ച്. രക്ഷകനായ മിശിഹായെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടതുകൊണ്ടാണ് രക്ഷകന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ പോലും തോമാസ് ശ്ലീഹ തയ്യാറാകുന്നത്. രക്ഷകനായ മിശിഹായെ അനുഭവിച്ചറിയാൻ പ്രത്യേകമായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ കണ്ട് തൊട്ട് അനുഭവിച്ചറിഞ്ഞ തോമാസ് ശ്ലീഹായെ പോലെ ദൈവത്തെ ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെ ഉടമകളായിട്ട് തീരുമ്പോഴാണ് ഇന്നത്തെ സമൂഹത്തിൽ കർത്താവായ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നന്നായിട്ട് നിർവഹിക്കുന്നുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൽ കർത്താവിനെ കൊടുക്കാൻ, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കർത്താവിനെ പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സ്നേഹമുള്ളവരെ, പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവീകമായിട്ടുള്ള ആ മഹത്വം അനുഭവിച്ച് അറിയാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ടുള്ള വലിയ കഴിവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്. നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി അമ്മയുടെ സ്നേഹത്തോടുകൂടെ സംരക്ഷിക്കുന്നു. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നമ്മെ ഓരോരുത്തരെയും അറിയുന്ന കർത്താവായ ദൈവം അവിടുത്തെ ഉള്ളം കയ്യിൽ നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോഴും നമ്മെ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തെ അനുഭവിച്ച് അറിയാനായിട്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഇന്നത്തെ ലേഖനത്തിലൂടെയും നമ്മൾ ശ്രമിച്ചു. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ആ ഭവനം പണിയാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, തോമാസ് ശ്ലീഹ രക്ഷകനായ മിശിഹായെ തൊട്ട് അനുഭവിച്ച് അറിഞ്ഞത്. രക്ഷകനായ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സത്യത്തെ ഉൾക്കൊള്ളാനായി കണ്ടാൽ മാത്രമാണ് വിശ്വസിക്കുകയുള്ളൂ, തൊട്ടാൽ മാത്രമാണ് വിശ്വസിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന തോമാസ് ശ്ലീഹായെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റ് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. തോമാസ് ശ്ലീഹ പറഞ്ഞു, എനിക്കും കാണണം, എൻ്റെ കർത്താവിനെ എനിക്കും കാണണം. തോമാസ് ശ്ലീഹായുടെ വാശി തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കർത്താവായ മിശിഹ തോമാസ് ശ്ലീഹ ഉള്ളപ്പോൾ പ്രത്യക്ഷപ്പെടുന്നതും തോമാസ് ശ്ലീഹയെ അരികെ വിളിക്കുന്നതും. നീ എൻ്റെ അടുത്ത് വരിക, എൻ്റെ വിലാപവും മുറിവുകളും കാണുക, തൊട്ട് കണ്ട് അനുഭവിച്ച് അറിയുക. വളരെ വളരെ നന്നായിട്ട് തന്നെ തോമാസ് ശ്ലീഹ അവിടെ തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പൂർണ്ണമായും യേശുവിൻ്റെ ആ ദൈവീകത അവിടെ ഏറ്റുപറഞ്ഞുകൊണ്ട് തോമാസ് ശ്ലീഹ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഉടനെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇന്ന് നാം ഓരോരുത്തരും കർത്താവിനെ കാണാതെ വിശ്വസിക്കാനായിട്ട്, അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. ഈ നമ്മൾക്ക് കണ്ട കാര്യം പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഈ പള്ളിയിൽ നമ്മളിരിക്കുന്നു, നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളെ നമുക്കറിയാം. അപ്പോൾ ആ അടുത്തിരിക്കുന്ന ആൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കണ്ടാൽ പിന്നെ വിശ്വാസത്തിന് പിന്നെ അവിടെ അർത്ഥമില്ല. കാണാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അതാണ് ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പറയുക. ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കർത്താവ് പറയുന്നുണ്ട്, കാറ്റ്
നീ അനുഭവിച്ചറിയുന്നുണ്ട് കാറ്റ്. പക്ഷെ കാറ്റിന് നിനക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാറ്റ് അനുഭവിച്ചറിയുന്നത് പോലെ ദൈവത്തെ അനുഭവിച്ചറിയുക. ദൈവത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കില്ല. മനുഷ്യനായിട്ട് വന്ന ഈശോയുടെ ചിത്രം നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ എന്താണ് കാരണം? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നു, ദൈവം എല്ലാം സൃഷ്ടിച്ചു. അതായത് ഈ പ്രപഞ്ചത്തെ, ഇതിലുള്ള എല്ലാ വൃക്ഷലതാദികളെ, പക്ഷിമൃഗാദികളെ എല്ലാം സൃഷ്ടിച്ചു. അവസാനം മനുഷ്യനെയും സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ആ ദൈവത്തിൻ്റെ ചിത്രം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, നമ്മുടെ മക്കളെ പറ്റി നമ്മൾ പറയും, ശരിക്കും ഈ അപ്പൻ്റെ ഛായ അല്ലെങ്കിൽ അമ്മയുടെ ഛായയാണ് ഈ മോൻ അല്ലെങ്കിൽ ഈ മകള് എന്നൊക്കെ പറയും. എന്താണ്? അവരിൽ നിന്നാണ് ഈ കുട്ടി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഛായ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ കർത്താവിനെ ഒരു ചിത്രത്തിൽ ഒതുക്കാനായിട്ട് സാധിക്കില്ല. അത് വിശ്വസിക്കണം. എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഇതുപോലെ കർത്താവ് പറയാണ്, നീ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, പക്ഷെ കാണാതെ വിശ്വസിക്കാൻ പറ്റണം. ഇന്നത്തെ സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ എല്ലാം കണ്ടാലാണ് വിശ്വസിക്കുകയുള്ളൂ. അങ്ങനത്തെ തലങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് മാതാപിതാക്കന്മാരായ നമ്മളെല്ലാവരും. ഈ വിശ്വാസത്തെ ഉറപ്പിക്കാൻ അപ്പോഴാണ് വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കേണ്ട കാര്യവും കുമ്പസാരിക്കേണ്ട കാര്യവും വേദോപദേശം പഠിക്കേണ്ട കാര്യവും എല്ലാം നമുക്ക് അതിന് അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഒരു അസുഖം വന്ന് മരുന്ന് കഴിക്കുന്നു. ചിലപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്പുള്ള മരുന്ന് കഴിക്കുന്നു. പക്ഷെ കയ്പുള്ള മരുന്ന് കഴിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ കയ്പുള്ള മരുന്ന് കഴിച്ചാലേ എൻ്റെ അസുഖം മാറൂ എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടാകുമ്പോഴാണ് ആ മരുന്ന് നമ്മൾക്ക് കഴിക്കാനായിട്ട് നാം സന്നദ്ധരാകുന്നതും കഴിക്കുന്നതും അസുഖം മാറുന്നതും. അതുപോലെ തന്നെയാണ് ഓരോ അസുഖങ്ങളുടെയും കാര്യങ്ങൾ. അപ്പോൾ നാം ഓരോരുത്തരും അത് ബോധ്യം വരുമ്പോഴാണ് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുക. അതുപോലെ വിശ്വാസത്തിൽ വളരാൻ നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ കർത്താവിനെ അനുഭവിച്ച് അറിയണം. എൻ്റെ ദൈവം എന്ന് ആ കർത്താവിനെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കണം. എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് ഞാൻ ദൈവമെന്ന് വിളിക്കുന്നത്. ആ ശക്തിയെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആ ബോധ്യം എനിക്കുണ്ടാകണം. അല്ലാതെ ഇതെല്ലാം പ്രപഞ്ചം ഇത് ആരും സൃഷ്ടിച്ചതല്ല എന്നല്ല നമ്മൾ വിശ്വസിക്കുക. ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. അതിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണ് എന്നുള്ള സത്യത്തെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ വിശ്വാസത്തിൽ തലത്തിലേക്ക് മാതാപിതാക്കന്മാരായ നമ്മൾ നമ്മുടെ മക്കളെ കൈപിടിച്ച് ഉയർത്തണം. അതിന് നമുക്ക് ആദ്യമായിട്ട് ഈ വിശ്വാസം വേണം, ഈ അടിത്തറ വേണം. ആ ഭവനം ഒന്നാകെ പണിയപ്പെട്ടിരിക്കുന്നു. അതായത് ഈ അടിത്തറ നമുക്ക് വേണം. ഈ അടിത്തറ യേശുക്രിസ്തുവാകുന്ന ഈ അടിത്തറയിൽ നിന്ന് നമ്മൾ ഭവനം കെട്ടിപ്പൊക്കിയാൽ മാത്രമാണ് ആ ഭവനത്തിൽ നമ്മുടെ മക്കള് സന്തോഷത്തിൽ കഴിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും തരണം ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സമൂഹത്തിൽ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓരോരുത്തരും ശക്തി പകരണം. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ആ മഹനീയതയും ആ ഉറപ്പും നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴാണ് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഒരു ചൈതന്യം ലഭിക്കുകയുള്ളൂ, അതിൻ്റെ താല്പര്യം ഉണ്ടാകുകയുള്ളൂ. മറ്റ് പലതും ഓരോന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് പോലെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. വളരെ മനോഹരമായി വീടുകളിൽ കുടുംബാംഗങ്ങൾ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതിൻ്റെ ശക്തി അവർക്കുണ്ട്. നമ്മുടെ ഒരു ദൈവികമായിട്ടുള്ളൊരു വലയം നമ്മുടെ ഭവനത്തിന് ചുറ്റും ഉണ്ടാകും. അപ്പോൾ ഈ ബോധ്യത്തിൽ വളർന്നു വരുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കാനും അങ്ങനെ സാക്ഷ്യം നൽകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലൂടെ ആ കർത്താവിൻ്റെ ആ ദൈവീകത ഏറ്റുപറയാനായിട്ട് അതുവഴിയായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടവരും. അപ്പോൾ നാം ഓരോരുത്തരും
തോമാസ് ലീഹായുടെ ചൈതന്യം ഉൾക്കൊണ്ട് ഇന്നത്തെ സമൂഹത്തിലെ പ്രേക്ഷിതരായിട്ട് വർത്തിക്കാൻ നമുക്ക് സാധിക്കും. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ ഒരു തലത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുക. തോമാസ് ലീഹായെ പോലെ നമുക്കും അതിന് സാധിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ കൃപയും ശക്തിയും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പോരായ്മകളും കുറവുകളും ഉള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ കൈപിടിച്ച് ഉയർത്താൻ, നടത്താൻ, പരിപാലിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവിടുത്തെ വലിയ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന അരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ മാതൃകയനുസരിച്ച് നിന്നോട് കൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷനറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, നിങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും നിങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപോലിത്തയെയും നിങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തയെയും ടോണി മെത്രാന്മാരെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ മാർ തോമാസ് ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച മാർ തോമാസ് ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ആത്മീയ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് തോമസ് നാമധാരികളെയും KCYM അംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഈ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, നിന്നിൽ ദൃഢമായി വിശ്വസിച്ച മാർത്തോമായി ഞങ്ങൾക്ക് ശ്ലീഹായും പിതാവുമായി നൽകിയ നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിൻ്റെ വിശ്വാസതീഷ്ണതയും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. സകലത്തിൻ്റെയും നാഥനാ ദൈവം തന്റെ കൃപാസമരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടിച്ചു നീക്കുകയും ചെയ്യട്ടെ.
നാഥനാ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരിസ്ഥന്മാരും മേജകർഷകന്മാരും മെത്രാപോലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ധരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശയുടെ സ്നേഹത്തിലും വിശ്വസ്തകളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യസ്ഥാനം മരിച്ച് ഇരുപത്തും വരപ്പെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും ചിരഗ്രഹത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും
കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത്
നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ റാഫേൽ മെത്രാപ്പോലിത്താക്കും അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്താക്കും പുരോഹിതനുമാ ശംശാനമാ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായി എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അവിടുത്തെ വിഷുദ്ധന്റെ ശരീരത്തങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോ മിശിഹായെ അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവൻ ജീവദായകം അടയാളത്താൽ മുദിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിൻ്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമാകയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ,
നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കർത്താവിശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാവളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിലെ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. ശുദ്ധ കുർബാന വിശ്വജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സദയം അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ശംസിഹായുടെ പ്രസാദവര നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിരപരാധിയായ യേശു, അങ്ങേ ദാസന്മാരെ വൈദ്യർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം എടുക്കുന്ന ഓരോ അഭിഷേകങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ ഈ പൗരത്തിന്റെ വന്യമുദ്ര ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തു നേറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരെ ശുശ്രൂഷ ലഭിക്കുന്നവർ ജീവിതത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസഭായത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങിലൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദ്യരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദ്യരാജ്ഞിയെ പരിശുദ്ധമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തോമസ് നാമധാരികൾ നേർച്ച വിതരണം ചെയ്യുന്നതാണ്. ഇന്ന് യുവജന ദിനമായിട്ട് ആചരിക്കുകയാണ്. KCYM അംഗങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവരുടെ കൊടികയറ്റം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത വിശുദ്ധ കുർബാന 10 മണിക്കാണ്. നമ്മുടെ അവകാശ ദിനത്തിനോടനുബന്ധിച്ച്, അതായത് ജൂലൈ 3-ാം തീയതി പൊതു ഒഴിവായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളതിൻ്റെ നമ്മൾ അയ്യന്തോൾ പള്ളിയിൽ 10:30 ഒരു പ്രതിഷേധമായിട്ടുള്ള ഒരു യോഗമുണ്ട്. അതിനുശേഷം കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ചുണ്ട്. സാധിക്കുന്നവർ അതിന് പങ്കെടുക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ JB കോശി ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പ് ശേഖരണം നടത്തുന്നുണ്ട്. അതിനും സഹകരിക്കണമെന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന തിരുനാളിൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. അവർണ്യമായി ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായേ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന്റെ അച്ചാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാർത്തോമാ ശ്ലീഹായെ പോലെ ഞങ്ങളും നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിച്ച് നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഭാരതനാടിനു നൽകിടാൻ മാർത്തോമായി സകലേശൻ കരുണാപൂർവമയച്ചല്ലോ. വിശ്വാസത്തിൻ ആസുരമാം ദീപ്തിയിലേവരും അണിചേരാൻ സുവിശേഷം കതിച്ചൂടട്ടെ. സഭയിൽ സ്നേഹം വളരട്ടെ. വത്സലതാതൻ മാർത്തോമാ, മാതൃക നിങ്ങൾ കേകട്ടെ. പ്രേഷിതരായി ജീവിക്കാൻ ജീവിത സാക്ഷ്യം നൽകിടാൻ ജീവനിലും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങളെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും രക്തസാക്ഷിമകടം ചൂടുന്നതിനുമുള്ള അനുഗ്രഹം വിശുദ്ധ തോമാസ് ലീഹായ്ക്ക് നൽകിയ അങ്ങ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ത്യാഗപൂർണമായ ജീവിതത്തിനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ.
നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ മിശിഹായുടെ വത്സല ശിഷ്യനായ തോമാസ് ലിഹായെ നമുക്ക് നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിശിഹായോടുള്ള രത്തിൻ്റെ സ്നേഹം പ്രകടമാക്കുകയും അവിടുത്തെ ഹൃദയത്തിൽ സ്പർശിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത വിശുദ്ധനെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃഭൂമിയായ ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും പൂർവികരെ സഭാസന്താനങ്ങളാക്കുകയും ചെയ്തതിന് ശേഷം രക്തസാക്ഷി മകുടമടിഞ്ഞ വിശുദ്ധന്റെ പാദങ്ങളെ പിഞ്ചെന്ന് തീഷ്ണതയോടെ പ്രേക്ഷിത വേല ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവുകൾ സമൃദ്ധം, വേലക്കാർ ചുരുക്കമാകിയാൽ നിങ്ങൾ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്നല്ല ചെയ്ത കർത്താവേ, വിശ്വാസ വെളിച്ചമേശാത്ത ഭൂപ്രദേശങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനായി ഞങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രേക്ഷിതരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വെളിച്ചമില്ലാതിരുന്ന ഞങ്ങളുടെ ഭൂഖണ്ഡത്തിലേക്ക് അങ്ങേ പ്രിയ ശിഷ്യനായ മാർ തോമാസ് ലിഹായെ അയക്കുവാൻ തിരുമനസായി മിശിഹായെ ഞങ്ങളുടെ പിതാവ് തുടങ്ങി വെച്ച പ്രേക്ഷിത വേല തുടർന്നു കൊണ്ടുപോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയും അങ്ങയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് അങ്ങേ അറിഞ്ഞ് സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ യുവാക്കന്മാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ധാരാളം പ്രേക്ഷിതരുണ്ടാകുവാൻ കൃപ നൽകണമേ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഭാരതം മുഴുവനും അങ്ങേ രക്ഷാകര വേലയുടെ സ്വർഗീയ ഫലം അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ അങ്ങയെ കണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാനും ഇടവരുത്തണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും.